സർക്കാരിനും തനിക്കും PR ഏജൻസിയുമായി ബന്ധമില്ല എന്ന് പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും അതിനായി ഒരു പൈസയും ചെലവഴിച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. ഈ പറയുന്ന ഏതെങ്കിലും ഭാഗം അവരവരെടുക്കുന്ന വാങ്ങിയിട്ടുണ്ടോ, ഈ പറയുന്ന ചെറുപ്പക്കാരനെടുക്കുന്ന വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. ഇതിൽ കാണേണ്ടത് ഞാനോ സർക്കാരോ ഒരു PR ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട് എത്ര പൈസയാണ് കൊടുത്തത്. ഒരു പൈസയും ഈ PR ഏജൻസിക്ക് വേണ്ടി ഞാനോ സർക്കാരോ ചെലവഴിച്ചിട്ടുമില്ല. അഭിമുഖ സമയത്തൊപ്പമുണ്ടായിരുന്നത് CPIM മുൻ MLA TK ദേവകുമാറിന്റെ മകനെന്ന് 24 വാർത്ത സ്ഥിരീകരിച്ച മുഖ്യമന്ത്രി. TK ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യം ദ ഹിന്ദുവിന് അഭിമുഖം നൽകാൻ കഴിയുമോ എന്ന് തന്നോട് ചോദിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലേഖികയ്ക്കും സുബ്രഹ്മണ്യത്തിനൊപ്പം മൂന്നാമതൊരാൾ ഉണ്ടായിരുന്നുവെന്നും അതാരാണെന്ന് അറിയില്ലായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറയുന്നു. ദേവകുമാറിന്റെ മകൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ചെറുപ്പം മുതലേ ഞങ്ങളെ കൂടെ നിൽക്കുന്നൊരു ആളാണ്. കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ്. പിന്നെ ദേവകുമാറും നമ്മളൊക്കെ ബന്ധം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി അയാളിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആകാമെന്ന് സമ്മതിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അയാളെ നയിച്ചിട്ടുണ്ടാകുക അത് ആ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. മറ്റു കാര്യങ്ങൾ അവർ തമ്മിൽ തീരുമാനിക്കേണ്ടത് എനിക്കറിയില്ല. എന്നാൽ PR ഏജൻസിയാണ് അഭിമുഖം തരപ്പെടുത്തിയെന്ന ദ ഹിന്ദുവിന്റെ വിശദീകരണത്തിൽ മുഖ്യമന്ത്രിക്ക് വ്യക്തമായ മറുപടിയില്ല. ദ ഹിന്ദുവിനെതിരെ നിയമ നടപടി ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അഭിമുഖത്തിൽ തെറ്റായ ഭാഗം നൽകിയ PR ഏജൻസിക്കെതിരെ നിയമ നടപടി എടുക്കുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് നേർക്കുനേർ മറുപടിയില്ലായിരുന്നു. നമ്മൾ ഈ PR ഏജൻസിയുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് അവരാണ് അത് തരപ്പെടുത്തിയത്. അപ്പോൾ ഈ കലീസ് ടൈംസിന് മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുത്തത് ഏതെങ്കിലും ഏജൻസി വഴിയായിരുന്നു? ഗൾഫിലുള്ള പലരും പല ഏജൻസികളും എൻ്റെ അടുത്ത് ഇന്റർവ്യൂ എടുക്കാറുണ്ട്. പല ഘട്ടങ്ങളിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അല്ല, വർഷങ്ങൾക്ക് മുൻപേ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എടുത്ത മാത്രമല്ല, വർഷങ്ങൾക്ക് മുൻപേ എടുക്കാറുണ്ട്. അത് ഗൾഫിലുള്ള പല മാധ്യമങ്ങളും അവിടെയുള്ള മലയാളികളുടെ സാന്നിധ്യം വെച്ചുകൊണ്ട് കാര്യങ്ങൾ പലതും അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. എന്താന്ന് എനിക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, അപ്പോഴും ഇന്നലത്തേക്കുള്ള അത്ഭുതം ബാക്കിയായി നിൽക്കുന്നു. ഇത്രത്തോളം മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം നാടിനെ തെറ്റിദ്ധരിപ്പിക്കാൻ രാജ്യവ്യാപകമായി മറ്റു പല നറേറ്റീവുകളോടും ചേർത്ത് നിർത്താൻ കഴിയുന്ന അങ്ങേയറ്റം വിഷലിപ്തമായൊരു പ്രസ്താവന കൊടുത്തവർക്കെതിരെ എന്തെങ്കിലും അന്വേഷണം ഉണ്ടാകുമോ, നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പോയ ദിവസങ്ങളിൽ CPM പ്രതിനിധികൾ ഉരുണ്ട് കളിക്കുന്ന വാക്കിൽ ഉപയോഗിക്കുന്നില്ല. മറുപടിയില്ലാതെ നിന്ന പോലെ മുഖ്യമന്ത്രിയും ഇന്ന് ആ വാർത്താ സമ്മേളനത്തിലിരുന്നു. ഷഫീദ്, മുഖ്യമന്ത്രിക്കും സർക്കാരിനും പാർട്ടിക്കും CPM-നും അക്കാര്യത്തിൽ മറുപടിയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇന്നലെ നമ്മളുടെ എൻകൗണ്ടർ ചർച്ചയിൽ A റഹീമിനോട് നമ്മൾ ആവർത്തിച്ച ചോദ്യം ചോദിച്ചപ്പോഴും അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. സമാനമായി ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത CPM-ന്റെ ഒരു പ്രതിനിധികൾക്കും മറുപടിയില്ല. അങ്ങനെ ഒരു അന്വേഷണം സർക്കാരിനെ സംബന്ധിച്ചോ പാർട്ടിയെ സംബന്ധിച്ചോ നടത്താനോ പ്രഖ്യാപിക്കാനോ ഉള്ള ഇച്ഛാശക്തിയോ ധൈര്യമോ ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അശ്മി, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വെൽ ക്ലാരിറ്റിയിൽ മുഖ്യമന്ത്രി വിവാദങ്ങൾ വിശദീകരിക്കും എന്നുള്ളതായിരുന്നു നമ്മളുടെ ധാരണ. പക്ഷേ